എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ് എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഓരോരോ സംഭവങ്ങളിലും ഓരോ ദിവസം വരുമ്പോഴേ എന്താണ് സത്യത്തിൽ പ്രബുദ്ധ കേരളം എന്ന് അറിയപ്പെടുന്ന ഈ സാക്ഷര കേരളത്തിന് സംഭവിക്കുന്നത് എന്ന് അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കല്ല, വേറെ രക്ഷയില്ലല്ലോ. കാരണം ഇപ്പൊ തന്നെ മറ്റേ ഇവിടെ ബാംഗ്ലൂരിൽ പോയിട്ട് ഒരാൾ ഇംഗ്ലീഷ് സംസാരിച്ചാകെ പെട്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രബുദ്ധ കേരളത്തിൽ നിന്ന് ഒരു വീഡിയോ വൈറലായിരിക്കുകയാണ്. മൊത്തം ഇന്ത്യയിൽ വൈറലായിട്ടില്ലെങ്കിൽ ഞാൻ കാണിക്കൂല, ഫുള്ള് വൈറലാണ്. എന്താ സംഭവം എന്നറിയോ? ഗോപൻ സ്വാമിയുടെ പ്രേതം കയറി ഒരു സ്ത്രീയുടെ മേലെ, അതും ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോ ഈ സ്ത്രീയുടെ മേലെ പ്രേതം കയറി അതവിടെ നിൽക്കട്ടെ. അതിന് ശേഷം സംഭവിച്ചെന്താ അറിയോ? ആ ഡ്രൈവർ ആ വണ്ടി നടു റോട്ടിൽ നിർത്തി ഇറങ്ങി ഓടി. ഡ്രൈവർ ഇറങ്ങി ഓടണം കണ്ടിട്ട് യാത്രക്കാർ ഇറങ്ങി ഓടി, കണ്ടക്ടർ ആദ്യം തന്നെ ഇറങ്ങി ഓടി. ഇതെന്താ സംഭവം? ആ സ്ത്രീ ഒരു പ്രേതം കയറി ബോബൻ സ്വാമി അല്ല, ബോബൻ സ്വാമി മറ്റേ ബോബൻ സ്വാമി, ഇത് ഞങ്ങൾ നൃത്തം ചെയ്തിട്ടുണ്ട്, അത് വേറെയാണ്. ഇത് ഗോപൻ സ്വാമി, സമാധി അടഞ്ഞ ഗോപൻ സ്വാമി. ഇതിപ്പോ ഒരു സ്ത്രീക്കിനെ കയറിയാൽ തൻ്റെ ഉള്ള 2-3 സ്ത്രീകളെ ബസ്സിൽ രണ്ട് പൊട്ടിച്ച ശരിയാവുന്ന കാര്യമുള്ളൂ. എന്നിട്ട് നോക്കുമ്പോ ഇറങ്ങി ഓടുക അത്രേ. ഇറങ്ങി ഓടുക മാത്രല്ല, ദൂരത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാറ്. വീഡിയോ തെളിവ് വീഡിയോ എടുക്കാത്രേ. എല്ലാവരും പറയുന്നുണ്ട് പോലീസിനെ വിളിക്കാൻ ആർക്കും ധൈര്യമില്ല. കാരണം എന്താ പറയുക, പോലീസിനെ വിളിച്ച ആളുടെ മേത്ത് ഇത് കയറിയെങ്കിലോ? കാരണം പോലീസിനെ വിളിച്ച ആള് വീട്ടിൽ പോവല്ലോ. പിന്നെ അപ്പൊ രാത്രി അയാളുടെ പ്രതികാര മനോഭാവത്തോടു കൂടി അയാളുടെ മേലെ കയറിയെങ്കിലോ? അപ്പൊ ഈ ബോബൻ സ്വാമിയോ വരുന്നത് വായന്ന്. കാരണം ബോബൻ സ്വാമി നമുക്ക് ഇപ്പൊ വൈറലായതാണല്ലോ. എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്, നൃത്തം ചെയ്തിട്ടുണ്ട് പറഞ്ഞ അത് ബോബൻ സ്വാമിയാണ്. ഇത് ഒറിജിനൽ ഗോപൻ സ്വാമി. അപ്പൊ ഈ ഗോപൻ സ്വാമിയുടെ നാട്ടിൽ തന്നെ ഒരാളുടെ ദേഹത്ത് ഇതിനു മുമ്പ് തന്നെ പ്രേതം കയറിയിരുന്നു. എന്നിട്ടയാൾ പറഞ്ഞിരുന്നു ഞാൻ ഗോപൻ സ്വാമിയാടാന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിപ്പോ കുറെ കഴിഞ്ഞിട്ടാണ് ഗോപൻ സ്വാമിയുടെ പ്രേതം ബസ്സിൽ കയറുന്നത്. എന്താണ് ബസ്സിൽ കയറിയത്? ട്രെയിനിലായ പിന്നെ അല്ലെങ്കിൽ വിമാനത്തിലേക്ക് അടിച്ചാൽ പിന്നെ കുറച്ചൊരു ഹൈഗ്രേഡ് ആയിരുന്നു. എന്നാലും വീഡിയോ കണ്ടു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പ്രബുദ്ധ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം. കണ്ടു നോക്കി. ഒന്നും അറിയാൻ പയ്യ പ്രേതം അവിടെ തലട്ട് നോക്കുന്നുണ്ട്. പേടിയാണ്. എല്ലാവരോടും നല്ല ധൈര്യം പറയുന്നുണ്ട്, പക്ഷെ ആർക്കും അടുക്കാൻ ധൈര്യമില്ല. നോക്കണം കണ്ട മുഖമൊക്കെ മാറിയേ, സ്ത്രീയുടെ മുഖമൊക്കെ മാറി പ്രേതം പോലെ ആകെ. എന്താ പറയാ, ഇതില്ലേ എന്താ കള്ളിയാങ്കാട്ട് നീലി എന്നൊക്കെ പറയില്ലേ, ആ ലോക പറഞ്ഞ സിനിമ ഇറങ്ങില്ല, അതുപോലെ കഴിക്കണം ഇപ്പൊ. പോലീസിനെ വിളി പറയാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂർ ആയിക്കണ്. അവിടുത്തെ ഇറങ്ങി ഓടുമ്പോ പോലീസിനെ വിളിച്ചില്ലേ. ആ ബസ് നടു റോഡിൽ ഇരിക്കുകയാണ്. ആ സൈഡിലേക്ക് പാർക്ക് ചെയ്തുകൂടെ? ഡ്രൈവർ വിചാരിച്ച് ഈ കള്ളിയാങ്കാട്ടും നീലി മുപ്പര ചോര പിടിക്കും പറഞ്ഞിട്ടേ നടു റോഡിലിറങ്ങി ഫുള്ള് റോഡ് ബ്ലോക്ക്. മനാഫ് എന്ന് പറയുന്നത് ആളുടെ പേരല്ല, അവിടെ എന്തൊരു കട ഉണ്ട് അവിടെ, മനാഫ്. അതിന് മുമ്പിൽ വണ്ടി ഉണ്ട് എന്നാണ് ഈ പറയുന്നത്. പ്രബുദ്ധ കേരളം. അപ്പൊ ബസ്സല്ല എല്ലാവരും അറിഞ്ഞു ഓടിയത്രേ. കള്ള ആ ഒരു സ്കൂട്ടറിലാണ് വന്ന് നിന്നിരുന്നത് ഗോപൻ സ്വാമിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാണിച്ചരാ, ഇതെവിടെ പിന്നെ ഇവിടെ ഒരാളെ സ്കൂട്ടറിൽ കാണില്ല, കയ്യൂപ്പർ കാണുന്ന നിൽക്കണ, അത് ആ ഗോപൻ സ്വാമിക്ക് ഇഷ്ടപ്പെട്ടില്ല. 2 അലർന്ന അനുഭവങ്ങൾ പേടിച്ചോടി. മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ടാക്കിയിട്ട് 100-ൽ വിട്ടുകല്ലേ.
100ന്റെ സ്പീഡിന് ഒരു സ്ഥലം വിട്ട്. ഇതാണ് ഗോപൻ സ്വാമി. കാരണം നടു റൂട്ടിൽ എടുക്കണ സൈഡിൽ കണ്ടിട്ടൂടെ? ആ യെല്ലോ ലൈനിന്റെ പുറത്ത് ഇടാലോ. എന്ത് ഡ്രൈവറാണ് ഇങ്ങനെ പേടിതൊണ്ടന്മാരല്ല, ഒക്കെ അന്ധവിശ്വാസികളായിരിക്കുള്ളൂ. അതാണ് ഈ പ്രശ്നം. പുറത്തിറങ്ങി വലിയ അളക്കും, ഞങ്ങൾ എന്താണ് അന്ധവിശ്വാസത്തിലൊന്നും ഞങ്ങൾ മാനിക്കുന്നില്ല എന്ന് പറയാം. ഒക്കെ ഇപ്പോഴാണ് ശരിക്കും ഇവരുടെ തലനിറ പുറത്തേത്. അല്ല, ഈ വീഡിയോ എടുത്ത് വെച്ചാൽ നമ്മളെ മുതലാളിയൊക്കെ ഇത് കാണണമല്ലോ. അതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഒന്നത് വണ്ടി കംപ്ലൈന്റ് കൂടെയാണ്. പോലീസ് അറിയിച്ചപ്പോ വണ്ടി അല്ലെങ്കിൽ തന്നെ കംപ്ലൈന്റ് അത്ര ഓടിക്കുമ്പോഴേ അതിന്റെ മേലെ കൂടെ പ്രേതം കയറി. എന്താ അവസ്ഥ? അന്നത്തെ ദിവസത്തെ കളക്ഷൻ പോയി. ഇറങ്ങി ഗോപൻ സ്വാമി പിറവെ മറ്റേ സ്ത്രീയുടെ ശരീരത്തിൽ കയറിയിട്ട് നല്ല ബോധമുണ്ട്. ഗോപന് നല്ല ബോധമുണ്ട്. എന്താ അറിയോ? ഫോട്ടോ എടുക്കില്ലടാന്ന്. പ്രേതത്തിനൊരു എന്ത് ഫോട്ടോ? എന്താ പ്രേതാണ് ഇപ്പൊ? ഗോപൻ സ്വാമിയുടെ ചിത്രം നല്ല ഇപ്പൊ ഇത് ഏതൊരു സ്ത്രീയുടെ മേലെ കയറിയിരിക്കല്ലോ. ഇപ്പൊ ഫോട്ടോ എടുത്ത എന്താ പ്രശ്നം? ഗോപൻ സ്വാമി എന്തായാലും ക്യാമറയിൽ വരൂലല്ലോ. ഫോട്ടോ എടുക്കില്ലടാന്ന്. നല്ല പ്രേതം, വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ള പ്രേതം തോന്നുന്നുണ്ട്. ബ്ലോക്കായി മൊത്തത്തില്. അത് ഇങ്ങോട്ട് മാറ്റിട്ടൂടെ? ഇങ്ങനത്തെ അന്ധവിശ്വാസികള് എത്ര നേരമായി പോലീസിനെ വിളി പോലീസ് പറഞ്ഞ ആൾക്കാർ വിളിച്ചൂടെ? ഇപ്പൊ എല്ലായിടത്തും ഫോൺ ഉണ്ടല്ലോ. പക്ഷെ എന്താ അറിയോ, ഈ പ്രേതം നോട്ടിട്ട് വെച്ചെങ്കിലോ പോലീസിന് ഫോൺ ചെയ്താണല്ലേ. പിന്നെ വീട്ടിൽ പോയ കുട്ടികൾക്കും മക്കൾക്കും ഭാര്യക്കും അയാളുടെ മേത്തൊക്കെ ഈ ഗോപൻ കയറിയാലോ. അത് പിടിച്ചിട്ടാണ്. എന്താ അവസ്ഥ? ഇത് കള്ളിയങ്ങാട്ട് നീലല്ല, ഇതിന്റെ അതൊക്കെ അപ്പുറം എന്തോ സാറാണ്. എന്തായാലും ആ മറ്റേ ലോക സിനിമ ഇറക്കിയ നിർമ്മാതാവ് ഉണ്ടല്ലോ, എന്താണ് പേര്? അബ്ദുൽ ഖാദർ അല്ല, എന്താണ് അയാളുടെ പേര്? ദുൽഖർ. ആ ദുൽഖറിനൊന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കണം. ഈ വീഡിയോ മൂപ്പർക്ക് ഷെയർ ചെയ്യണം ദുൽഖറിന്. കാരണം ഏതായാലും മൂപ്പര് ലോക ചാപ്റ്റർ 2 ഇറക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നല്ലൊരു പ്രചോദനമായി മാറാൻ സാധ്യതയുണ്ട്. ബസ്സിൽ പ്രേതം കയറി. ഫോട്ടോ എടുക്കല്ലേ? നമ്മളെ ട്രിപ്പ് ഓട്ടി കിടക്കുന്ന നമ്മള് മുതലാളി കാണിക്കണ്ടേ ഈ കാണിക്കുന്ന പോക്കറ്റ്? ഓഹോ, ഫോട്ടോ എടുക്കല്ലേ എന്ന് പറയുമ്പോഴേ അപ്പോഴും പേടിയുണ്ട്. ആ കണ്ടക്ടർ പറയണേ, ഞങ്ങള് പിന്നെ വീട് എടുക്കണ്ടേ, ഞങ്ങളെ മുതലാളിക്ക് കാണിച്ചു കൊടുക്കണ്ടേ, വിറച്ചിട്ടാ പറയണത്. നിങ്ങൾ പിടിച്ചിറക്ക്, ഇത്ര വേദനയാണെങ്കിൽ. എല്ലാരും പറയുന്നുണ്ട് പിടിച്ചിറക്ക്. ആർക്കും ധൈര്യമില്ല. ഒരു പ്രേതം കയറിയതല്ലേ, പട്ടി കടിച്ചൊന്നല്ലല്ലോ ഇപ്പൊ ഇത്. പട്ടി കടിച്ചാണെങ്കിൽ ആ സ്ത്രീ വാലും കടിച്ചാൽ ആ ബന്ധം കയറും. ഇനിയിപ്പോ സിനിമയിൽ കണ്ട പോലെ കടിക്കണ പ്രേതമായി മാറണ വല്ല സിസ്റ്റം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ആർക്കും ധൈര്യമില്ല. പിടിച്ചിറക്ക്. ഒന്നുകൂടാ എല്ലാരും കൊല്ലുന്നു, അങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ട്. അവിടെ താഴെ കുറെ സ്ത്രീകൾക്കും ധൈര്യമില്ല. അവിടെ പറയുന്നുണ്ട് സ്ത്രീകൾ പിടിച്ചിറക്കെന്ന് പറയുന്നുണ്ട്. കാരണം പുരുഷന്മാരെ പിടിച്ച പിന്നെ പീഡനായെങ്കിലും സ്ത്രീകൾക്കും ധൈര്യമില്ല. അവിടെ കണ്ടക്ടർ സ്ത്രീയാണ്, അതിനും ധൈര്യമില്ല. ഒരാൾ ഹെൽമെറ്റ് ഇട്ട് വന്നിരിക്കുകയാണ് പ്രേതം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. തിരിച്ചറിയാനല്ലേ മേത്ത് കയറുള്ളൂ. സ്ത്രീകള് പോലീസിനെ വിളി എല്ലാവരും പറയുന്നുണ്ട്. പോലീസ് ലീവിലാ, അവരെന്നെ പേടിച്ചിരിക്കായിരിക്കും. ഇത് കള്ളിയങ്ങാട്ട് നീതി നമ്മുടെ മേത്ത് കയറിയല്ലോ, പിന്നെ തൊപ്പി വെച്ച് ഡാൻസ് കളിക്കാം. ഒരാള് പറയണേ അത് കുറെയൊക്കെ അഭിനയായിരിക്കുള്ളൂന്ന്. ബാക്കിയൊക്കെ ഒറിജിനലാണെന്ന് പറയണേ. അത്രക്ക് അയാൾക്ക് വരെ, ആ പറയുന്ന ആൾക്ക് വരെ ഇത് കാട്ടിക്കൂട്ടൽസാന്നുള്ള പറയാനുള്ള ധൈര്യമില്ല. വിശ്വാസം ഉണ്ടാവും, പ്രേതത്തിലൊക്കെ വിശ്വാസം ഉണ്ടാവും. അതാണ്
കുറച്ച് പ്രേതാണ് കുറച്ചൊക്കെ അഭിനയാണെന്ന്. എന്താ അടവ്? സമ്മതിക്കണം മക്കളെ. എന്താ സ്ത്രീകള് പെട്ടെന്നതിന് അടുക്കാൻ തരില്ല. പോലീസ് എത്തി. പോലീസിന്റെ മേത്ത് കയറാൻ ഞാൻ മതിയായിരുന്നു. പിന്നെ ആകെ പെട്ടെന്നെ അങ്ങനെ പോലീസ് വന്ന്. അപ്പൊ പോലീസ് വന്നു. പിന്നെ അവര് വീഡിയോ കട്ടാക്കി. എന്റെ അമ്മോ, പ്രബുദ്ധ കേരളം, ഒലക്കമായ കേരളം ഇപ്പൊ ആകെ സാക്ഷരത കവിഞ്ഞൊഴുകാന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുക. ഒരൊറ്റ എണ്ണത്തിന് അടുക്കാൻ തരില്ല. മാത്രമല്ല ഒക്കെ അന്ധവിശ്വാസികളാണ്. അതുകൊണ്ടാണല്ലോ അന്ധവിശ്വാസത്തിന്റെ എല്ലാ ശവകുടീരവും ഇപ്പൊ കേരളത്തിലാണല്ലോ. എവിടെ നോക്കിയാലും ആൾ ദൈവവും ദുർമന്ത്രവാദവും സിദ്ധന്മാരും പറ്റിക്കേൾസും സ്വർണം മോഷിച്ചു വിഷം വെച്ച് കൊന്നു എന്തൊക്കെ കേൾക്കണ്. ഇതാണ് അവസ്ഥ. പറയുമ്പോ തന്നെ പറയും സാക്ഷര കേരളം, തേങ്ങാ കേരളം എന്നൊക്കെ പറയും. പ്രേതം കേറുന്നു ഓരോരോ പ്രാന്ത്. എന്തായാലും ഇത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീട് ഉണ്ടാക്കിയതാണ്. ബോബൻ സ്വാമിയിലും കഷ്ടം, കാര്യമായ കഷ്ടമാണല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.